ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള പ്ലക്കർ ഉണ്ടാവും. ഇത് നമുക്ക് സാധാരണ സ്പൂണും അതുപോലെ തന്നെ ഒരു ക്ലോത്ത് ക്ലിപ്പും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനതൊരു ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ താഴെയും മുകൾ വശത്തുമായിട്ട് റബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ റബ്ബർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്ത് കൂടി ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ റബ്ബർ ബാൻഡ് 2 മടക്കായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വശം ഞാനിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശം ഞാനിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുവശത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേപോലെയുള്ള ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ, താഴെയും മുകളിലുമായിട്ട്. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ വശം ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പൂൺ വെച്ചിട്ടുള്ള പ്ലക്കർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പൂണിൻ്റെ ഏറ്റവും വശത്തേക്കാക്കിയിട്ടാണ് ക്ലിപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചൂടുള്ളതൊക്കെ എടുക്കാനാണെങ്കിൽ അതിൻ്റെ എഡ്ജിലേക്ക് നീക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, സാധാരണ പ്ലക്കർ പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലക്കർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. സാധാരണയായിട്ട് നമുക്ക് വെളുത്തുള്ളിക്ക് ഒരുപാട് തൊലി കളയേണ്ടി വരുമ്പോൾ നല്ല പാടാണ് അല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ തൊലി കളയാനായിട്ട് ഞാനിതാ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളിയുടെ 2 വശവും കത്തി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കത്തി വെച്ചിട്ട് വെളുത്തുള്ളി ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് അടർന്ന് കിട്ടും കേട്ടോ. ഓരോ അല്ലിയായിട്ട് തന്നെ അടർന്ന് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 2 വെളുത്തുള്ളി ഇതുപോലെ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടർത്തി എടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ അല്ലി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നാണ് കേട്ടോ തൊലി കളയാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഞാനിതൊരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വശം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ അടർത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 മുറിയുന്ന വിധത്തിൽ കട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അടർത്തി മാറ്റുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ ഒരു തൊലി റിമൂവ് ആയിട്ട് കിട്ടും. ഇനി വലിയ അല്ലിയാണെങ്കിലും ചെറിയ അല്ലിയാണെങ്കിലും ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളിക്ക് ആവശ്യം വരുന്ന സമയത്ത് അതെടുത്താൽ മതിയാവും. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്ര ചെറിയ മക്കൾക്കും ഈ ഒരു രീതിയിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ക്യാബേജൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതൊക്കെ വാടാറുണ്ട്. അപ്പോൾ അതില്ലാണ്ട് ഫ്രിഡ്ജിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കേടുവന്നതോ വാടിയതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അടർത്തി മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിത് ഈ ഒരു ക്യാബേജിൻ്റെ മുകൾ വശത്ത് വാടിയിട്ടുള്ള ഒരു ലീഫായിട്ടുള്ളതെല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ ആ ഒരു ക്യാബേജ് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് ഒത്തിരി യൂസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര നല്ല ക്ലോത്തായി കഴിഞ്ഞാലും അതിൽ നൂലൊക്കെ പൊങ്ങി വന്ന് വൃത്തികേടാവാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നൂലുകൾ പൊങ്ങിയിട്ട് അതൊരു വൃത്തികേടാവാറുണ്ട്. നമ്മൾ തേച്ച് കഴിഞ്ഞാലും ഒക്കെ ആ ഒരു നൂല് ഇതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് കളഞ്ഞെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് മക്കളുടെ യൂണിഫോമൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ളൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ യൂണിഫോമിൻ്റെ ടീഷർട്ടാണ്. അതിലാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നൂലുകൾ പൊങ്ങിക്കിടപ്പുള്ളത്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ളൊരു ഇൻസുലേഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസുലേഷൻ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പശയുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ചധികം നമ്മുടെ കയ്യിൽ ചുറ്റിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ കയ്യിൽ
ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ടീഷർട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നൂല് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് പൊങ്ങി നിൽക്കുന്ന നൂലായാലും ഇളകി കിടക്കുന്ന നൂലായാലും ഒക്കെ ആ ഒരു ഇൻസുലേഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കുഞ്ഞു കുഞ്ഞു നൂലുകളായിട്ട് ആ ഒരു ഇൻസുലേഷനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. മഴക്കാലമൊക്കെ ആയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശല്യം ചെയ്യുന്ന ഒരു ജീവി തന്നെയാണ് ഈച്ച. നമ്മൾ വീടൊക്കെ എത്ര നീറ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം താഴെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈച്ച വന്ന് പൊതിയാറുണ്ട്. അപ്പോൾ പലയിടത്തും പോയിരുന്ന് നമ്മുടെ ഭക്ഷണ സാധനത്തിലൊക്കെ ഇരുന്ന് ഒത്തിരി അസുഖങ്ങളൊക്കെ നമുക്ക് ഈച്ചയിൽ നിന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈച്ചയെ ആട്ടാനായിട്ട് എന്തെങ്കിലും സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അതേപോലെ അവർ വീണ്ടും വരാറുണ്ട്. അതില്ലാണ്ട് ലൈവായിട്ട് ഈച്ചയെ കൊല്ലാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. നമുക്ക് ഇതിന് ക്യാഷ് മുടക്കമൊന്നുമില്ല, വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനെഗറാണ് കേട്ടോ. അപ്പോൾ വിനെഗർ എടുക്കുന്ന സമയത്ത് ഒത്തിരി പഴക്കം ചെന്ന വിനെഗർ നിങ്ങൾ യൂസ് ചെയ്യരുത്. പുതുതായിട്ട് നമ്മൾ വാങ്ങിയ വിനെഗർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി നാളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിനെഗറാണെങ്കിൽ അതിൻ്റെ വീര്യം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ മെൽറ്റായിട്ടുള്ള ശർക്കരയാണ്. എന്നിട്ട് ഈ ശർക്കര വെച്ചിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒന്ന് ഒരതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ശർക്കരയുടെ മധുരവും ആ ഒരു ഇതൊക്കെ ആ ഒരു സൈഡിലാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈച്ചയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിത് ഇവിടെ വെക്കുന്ന സമയത്ത് ഒരു ഈച്ച പോലും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇതുപോലെ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ, കുറച്ച് സമയം കൊണ്ട് ഈച്ച വന്ന് പൊതിയുന്നത്. അപ്പോൾ ഞാനിതാ ശർക്കര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടുണ്ട് അത് ആ ഒരു ഗ്ലാസിൻ്റെ പുറം ഭാഗത്തുള്ള ശർക്കരയുടെ അംശമെല്ലാം ഞാൻ തുടച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഉള്ളിലും കുറച്ച് ഞാൻ കൈ വെച്ചിട്ട് ശർക്കര ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, അപ്പോഴേക്കും തന്നെ ഈച്ച വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2-3 ഈച്ചകൾ ആ ഒരു ഗ്ലാസിൻ്റെ എഡ്ജിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 5-6 ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഒരു ഈച്ച ആ ഒരു വിനെഗറിൽ ചാടിയിട്ടുണ്ട്, ചത്തിട്ടില്ല, ഇൻഷാല്ലാ അത് ചത്തോളും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ്സിലാക്കി കൊടുത്തതിന് ശേഷം പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് വെച്ചതിൽ അത്യാവശ്യം ഈച്ചകൾ ചാടി ചത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് വല്ലാതെ ഈച്ച വരാത്തതുകൊണ്ട് അകത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസും പുറത്തേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പുറത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിൽ അത്യാവശ്യം ഈച്ചകൾ ചാടിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ചത്തിട്ടുണ്ട്, ഒരുപാട് ചാവാനുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല പോലെ തന്നെ ഈച്ചകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര മെൽറ്റായിട്ട് ആ ഒരു വിനെഗറിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് നോക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം പുറത്ത് വെച്ചിട്ടുള്ള ആ ഗ്ലാസ്സിലുള്ള ഈച്ചകളെല്ലാം ചത്തിട്ടുണ്ട്, മാത്രമല്ല വിനെഗറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഇതാ അത്യാവശ്യം ഈച്ചകൾ വീണ്ടും വന്ന് ചാടിയിട്ടുണ്ട്, ചത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരുപാട് ഈച്ചകൾ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചക്കക്കാലവും മാമ്പഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മുടെ വീടുകളിലും ചുറ്റിലും നമ്മൾ വീട് എങ്ങനെ ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും ഈച്ചകൾ നന്നായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിതാ ആദ്യത്തെ ഗ്ലാസ്സിലുള്ളതെല്ലാം ചത്തിട്ടുണ്ട്, രണ്ടാമത് ഞാൻ വെച്ച് കൊടുത്ത ഗ്ലാസ്സിലുള്ളത് ചത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ചാവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ചത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഒരു 2 ഗ്ലാസ്സിലും കൂടി ആയിട്ട് 10-100ഓളം ഈച്ചകളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള വിനെഗറും ശർക്കരയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത്രയും ഈച്ചകളെ എനിക്ക് കൊല്ലാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.